എന്നിട്ട് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല മന്ത്രവാദി ബലഭദ്രൻ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് എന്നെ കണ്ടപ്പോ അച്ചട്ടായിട്ട് മുഖത്ത് നോക്കിയിട്ട് കാര്യം ആ പൂവറിയിലും ആ പെണ്ണ് അപ്പൊ തന്നെ അവിടെ ബോധം കെട്ടു. പിന്നെ എനിക്ക് വിശ്വാസമായി. അല്ല എന്റെ കൊച്ചന്റെ കാര്യം പറഞ്ഞില്ല. അതെ 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 കേസിലും വഴക്കിലും പെട്ട് പുള്ളി ഖത്തറില് ജയിലിലായിരുന്നു. അത് പുള്ളി എന്നെ അല്ലാതായി. അല്ല അതെ 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 എനിക്കും ഭയങ്കര ആശ്ചര്യമായി പോയി. ഇങ്ങനെ ഒരു സംഭവം ഞാനും വിചാരിച്ചില്ല. ഇത്രയും ഒരു ഭയങ്കര സിദ്ധനാണെന്നുള്ളതേ. എന്തൊരു സിദ്ധിയല്ലേ. അവര് ബോധം കെട്ട് വീണു. അതുമല്ല പിന്നെ ബോധം കെട്ടു വീണു. പിന്നെ വേറെന്തോ ഒരു മന്ത്രം ചൊല്ലിയില്ല. ചൊല്ലിയപ്പോ അവര് എഴുന്നേറ്റിട്ട് ഒരു വരവുണ്ട്. അതാണ് ഭയങ്കര. എനിക്ക് ആ അതിര് പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതില്ല. വന്നത്. അയാള് മൊത്തത്തില് നമ്മുടെ കാര്യങ്ങൾ പറയും. അതെ മൊത്തത്തില് എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ തന്നെ അന്തിച്ചു പോയി. കൊച്ചത്തിന്റെ കാര്യം പറയും. കൊച്ചത്തെ ഡീസല് അതെ. പുള്ളി ജയിലിൽ പോയിട്ട് ഒരുപാട് സമയം പിടിച്ചല്ലേ ഇതിന് പുറത്തു പോരാൻ വേണ്ടി. അല്ല അതുമല്ല അതിനൊരു ഇതുണ്ടാവും കേട്ടോ. എന്തായാലും ഒരു ഇത് കിട്ടും. അയാൾക്കൊരു സിദ്ധിയുണ്ട്. നല്ല സിദ്ധിയുള്ള ആളല്ലേ. എന്ത് തിരക്കാണ് അവിടെ. രാവിലെ 5 മണിക്ക് പോയത്. ഇത്രയും ആൾക്കാരവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവില്ലാതെ ഒരാളവിടെ വരില്ല. ഒത്തിരി ആൾക്കാർ വരില്ല. ഭസ്മം എഴുതി തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അരിയുണ്ട്. പൈസ നമ്മള് കൈമടക്ക് കൊടുത്തു. അല്ല പൈസ കൊടുക്കണം. പൈസ നല്ല ചാർജ് മറ്റുള്ള എൻ്റെ ഒരു വകയിലുള്ളൊരു കസിൻ ബ്രദറാണ്. പുള്ളിക്ക് ഭയങ്കര എല്ലാറ്റിനും ഒരു ഇതില്ല. ഒരു സംശയങ്ങളും ആകെ പ്രശ്നം ഫാമിലിയിൽ. ഞങ്ങളെ മന്ത്രവാദി ബലഭദ്രനെ കാണാൻ പോയിട്ട് വന്ന കണ്ടംകുഴിയിലല്ലേ. കേട്ടിട്ടുണ്ടോ? ഭയങ്കര സിദ്ധന. അതാരാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാൻ നോക്കിയപ്പോ മന്ത്രവാദി ആ ഭസ്മം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒരൊറ്റ ഏർ ആ പെണ്ണിന്റെ മോട്ടോ ഇങ്ങനെ ഒരൊറ്റ വീഴ്ച. ഇതല്ല കയ്യ് തന്നെ പൊതിച്ച് കാണിച്ചിട്ടുണ്ട്. കയ്യിലേക്ക് പൂവ് ഭസ്മം എവിടെ നിന്ന് എടുത്തൊന്ന് കാണാൻ. പൂവും ഭസ്മൊക്കെ കയ്യ് കാണിച്ചു കഴിഞ്ഞാൽ കയ്യിലേക്ക് എറിഞ്ഞിനപ്പ് പോകുന്നത്. ഭയങ്കര സിദ്ധിയാ. സിദ്ധിന്ന് പറഞ്ഞാൽ ഭയങ്കര സിദ്ധിയാ. ബീച്ചിൽ പോകണം. അവിടെ ബീച്ചിൽ എന്താ പ്രശ്നം? ആളിനെ കാണുമ്പോഴേ അയാൾ കാര്യങ്ങൾ പറയും. എന്നെ കണ്ടപ്പോഴേ കൊച്ചച്ഛൻ്റെ കാര്യമാണ് പറയും. എൻ്റെ കൊച്ചച്ഛൻ ജയിലില്ല ഖത്തറിൽ. ഡീസൽ വിറ്റ് അവിടുത്തെ പോലീസ് വിളിച്ചതാണ്. ഇയാൾ വർത്താനം കേട്ടോ ഞാൻ തന്നെ അമ്പരന്നു. എന്നെ കണ്ടപ്പോഴെന്ന് പറയുമായിരുന്നു. ഞാനോർത്ത് ഇനി ഇയാൾ ആരെങ്കിലും ഖത്തറിലുണ്ടോ നമ്മളങ്ങനെ. അങ്ങനെ അത്രയും ഒരു ക്ലിയർ ആയിട്ടൊന്ന് പറയാം. അത്രയ്ക്ക് ശക്തി ഒന്നും ഒളിക്കാൻ പറ്റത്തില്ല അയാൾ. ഇപ്പൊ ചേച്ചിക്ക് എന്താ പ്രശ്നം? കുടുംബത്താണെങ്കിൽ തല്ലൂർത്തും ബഹളവും ഒക്കെയാണ്. ആരാണ്ട് കൂടോത്രോട്ടെ ചെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അത് മാറ്റി തന്നാ മതി. വേറെ ആർക്കും ചെയ്യട്ട. ലോട്ടയാണെങ്കിൽ 5000 കൂടുതൽ ഇതുവരെ അടിച്ചിട്ടില്ല. ആർക്കെങ്കിലും അടിച്ചാലും മതിയായിരുന്നു. ആ കമ്മീഷനെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു. ഇത് അതുമില്ല. എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കണം. അല്ലാതെ ആൾക്കാർക്ക് കൂടോത്രം ചെയ്യണ്ട എനിക്ക്. മാറ്റി തന്നാ മതി. അല്ല പുള്ളിക്കാരനെ കണ്ടാ മതി. പുള്ളിക്കാരനെ കണ്ടാ കുറെ ദൂരം ഉണ്ടോ? ഇവിടുന്ന് ചെളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അപ്പുറത്താണ്. അവിടെ ആരും ചോദിച്ചാലും സ്ഥലത്തിന്റെ പേര് കുണ്ടംകുഴി ചെളിക്കുഴിക്ക് അപ്പുറം ചോദിച്ചാൽ മതി. അത് തിരുവനന്തപുരം ബസ്സിൽ കയറിയാ മതി. തിരുവനന്തപുരം ബസ്സിൽ കയറിയാ മതി. അത് എല്ലാവർക്കും അറിയാം. അവിടെ ഇറങ്ങുമ്പോഴേ ഈ സിദ്ധന്റെ പേര് പറഞ്ഞാൽ ഇതുവരെ ഒരു 5000 രൂപ അടിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് പ്രമോട്ടുകൾ എല്ലാവരും കൂടി വിളിക്കുന്നത്? ഞങ്ങളെ ഒരു സിദ്ധനെ കണ്ടു വന്നിരുന്ന കഥ പറയുന്നത്. സിദ്ധൻ മന്ത്രവാദി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കണ്ടുവന്ന് ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ ചേച്ചി വന്ന് ആളെ മനസ്സിലായില്ല. ഇതിപ്പോ കേരളത്തിലെ മെയിൻ താരം ബലഭദ്രനല്ലേ? അച്ഛനെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടപ്പോഴേ എന്റെ കൊച്ചച്ഛൻ്റെ കാര്യമാണ്. ഞാൻ അന്നൊരു കഥ പറഞ്ഞില്ലായിരുന്നു. കൊച്ചച്ഛൻ
ജയിലിൽ പോയി കിടന്നത്. പിന്നെ എന്നെ കണ്ടപ്പോഴേ എൻ്റെ കൊച്ചച്ഛൻ്റെ കാര്യമായിരുന്നു. കൊച്ചച്ഛൻ ഡീസൽ വിറ്റ് ഖത്തറിലായിരുന്നല്ലോ, ഖത്തർ ജയിലിലായിരുന്നു. അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആ പ്രശ്നം വീട്ടിൽ പെണ്ണും പിള്ളേരും ഒക്കെ പ്രശ്നമായി. എങ്ങനെയും അയാളെ ഇറക്കണം അവർ. അപ്പോൾ ഇയാളെ കണ്ട് ഇയാൾ എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ പോയത്. നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ പോയ, പെണ്ണും പിള്ളയും ആശാനും കൂടെ? ആന്ന് സിറ്റൗട്ടിൽ ഇരുന്നായിരുന്നല്ലോ. ഇരുന്ന്. പിന്നെ ബാക്കി പിന്നെന്താ പുള്ളി ചെയ്തത്? പിന്നെ ചുട്ട കോഴിയെ പറപ്പിച്ച്. എന്നോ സംഭവമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ചുട്ട കോഴിയെ പറപ്പിക്കുന്നു. ചുട്ട കോഴിയല്ലേ? അത് മറ്റേ തന്തൂരി ചിക്കനെയാ വറുത്ത് വിട്ടത്. പിന്നെ നിങ്ങൾ കണ്ടത് വറുത്ത് വിട്ട കോഴി വേറെ, പിന്നെ ചുട്ട കോഴി. നിങ്ങൾ നന്ദന സിനിമയിലെ കുമ്പിടിനെ കണ്ടിട്ടുണ്ടോ? ജഗതി എങ്ങനെയാ കഴിക്കുന്നത്? ഒടിച്ചു പറിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അയാള് ബാക്കിൽ ഇരുന്ന് ചിക്കൻ കാല് കടിച്ചു പറിക്കുന്ന ആളാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നപ്പോ ഉണ്ടല്ലോ, സിറ്റൗട്ടിൽ നിന്ന് കഥ കംപ്ലീറ്റ് പറഞ്ഞില്ലേ? അപ്പോൾ മേളിൽ ഒരാൾ ഇങ്ങനെ കണ്ണും വെച്ച് ഇരിപ്പുണ്ടായിരുന്നു, ക്യാമറ. ഇയാളുടെ ശിഷ്യൻ അതെല്ലാം ഒപ്പിയെടുത്തിട്ട് അയാൾക്ക് കറക്റ്റ് ആയിട്ട് അതുപോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾ വന്നത് എന്തിനാന്നുള്ളത് അയാൾക്കറിയാം. അയാൾ നിങ്ങളെ ഇത് കാശും മേടിച്ച് പുള്ളി നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹാപ്പിയായി, നിങ്ങൾ പോയി. നിങ്ങളെ അളിയൻ ചെയ്തത് ഡീസൽ കെട്ട്, അതാവുമ്പോ പോയി ജയിലിലും കിടന്ന്. അല്ല, ജയിലിൽ കിടക്കുന്ന ഞാൻ പെണ്ണുമ്പിള്ളായിട്ട് സംസാരിച്ചായിരുന്നു. അത് ഇറക്കണമെങ്കിൽ വേറെ വല്ല ബോബി ചെമ്മണ്ണൂരിനെയോ യൂസഫലിനെയൊക്കെ കണ്ടിട്ട് ഇറക്കാൻ നോക്ക്. കട്ടതിന് അവര് ഇറക്കത്തൊന്നുമില്ല. അപ്പൊ അളിയന്റെ കയ്യിരിപ്പ് അല്ലാണ്ട് കുറച്ച് കക്കാൻ പറഞ്ഞു. ഇയാൾ ഒത്തിരി ഞാൻ എന്താ ചെയ്യാനാ? അല്ലാണ്ട് ബലഭദ്രന്റെ പോയി കണ്ടിട്ട് അവൻ പറയുന്നത് കേട്ട് അവന്റെ കുറെ കാശും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവൻ ഇതെല്ലാം അവിടെ നിന്ന് ഫ്രണ്ട് വരുമ്പോ തന്നെ എല്ലാരെയും വാച്ച് ചെയ്ത് അത് അതുപോലെ പറയും. നിങ്ങളെപ്പോലെയുള്ള പൊട്ടന്മാർ അത് വിശ്വസിക്കുകയും ചെയ്യും, വീണ്ടും വീണ്ടും ഓടി വരും. അല്ല, കൊച്ചച്ഛന്റെ കൊച്ചമ്മയും പിള്ളേരും എന്നെ കടത്തി കൊടുക്കുന്നില്ല. അവര് പറയുന്ന എങ്ങനെയും അത് ആശാൻ എന്തിനാ പോയെ? ഞാൻ പോയത് അതേപോലെ ഒരു കാര്യം, ഫാമിലി പ്രശ്നം, ഒരു കസിൻ ബ്രദറിന്റെ ഫാമിലി പ്രശ്നമായിരുന്നു. ഇന്ന് അവിടെ അടിയും കുഴപ്പം. അപ്പനെ പോരെ നമുക്ക് പോയോ, ഇങ്ങനെ ഒരു സിദ്ധനുണ്ട്, പോയതാണ് കാര്യങ്ങൾ. എനിക്കും കണ്ടപ്പോ ഈ ചേച്ചിക്ക് 5000 കൂടുതൽ അടിച്ചിട്ടില്ല. ഈ കള്ളന്റെ അടുത്താണ് എന്നെ കൊണ്ടുപോകാൻ പോയത്, നിങ്ങൾ പറഞ്ഞു വിടാനും പോയത്. 5000 കൂടുതൽ അടിച്ചിട്ടില്ല. കുടുംബത്താണെങ്കിൽ പ്രശ്നം തീർന്നിട്ടുമില്ല. എനിക്ക് പോട്ടെ, വേറെ എവിടെയെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ച് തേടി എങ്ങനെയെങ്കിലും മാറ്റിക്കോളാം. അത് ചേച്ചിയുടെ വിധിയാണ് അടിക്കാത്തത്. സമയം വരും അടിക്കാൻ. ചേച്ചി വിൽക്കുന്ന ലോട്ടറി ചിലപ്പോ കോടികൾ ചിലപ്പോ വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്കൊക്കെ കൊണ്ടുപോയി കാശും കൊടുത്തിട്ട് ഇതും പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടത്തില്ല ചേച്ചി. അല്ല, കാസർഗോഡുള്ള ലോട്ടറി ഏജൻസി ഇയാളുടെ അടുത്ത് പോയിട്ട് ഇയാൾ മന്ത്രം ചോദിച്ചിട്ട് അയാൾക്ക് 1 കോടി അടിക്കുന്ന. അതെ 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 അതൊക്കെ അന്വേഷിച്ചാ കാസർഗോഡുകാരൻ ജീവിച്ചിരിപ്പുണ്ടോന്നോ അന്വേഷിച്ചോ? അതൊന്നും അറിയത്തില്ല. ഇതാണ് കളി പറയുന്നത്. പറയുന്നത്. എന്നിട്ട് നിങ്ങള് മറ്റേ കുടുംബ പ്രശ്നമൊക്കെ തീർന്നു. ഖത്തറിലുള്ള എന്റെ കൊച്ചച്ഛനെ അങ്ങനെ ഇറക്കും. അതാ പറഞ്ഞത്, അവന്റെ കയ്യിരിപ്പ് കൊണ്ട് അവിടെ അവര് എന്ത് വിധിക്കുന്നോ അതുപോലെ അവന്റെ യോഗം. പിന്നെ നിങ്ങളുടെന്ന് വെച്ചാൽ കുടുംബ പ്രശ്നം തീരണമെങ്കിൽ കുറച്ച് കാശ് കൊടുത്താൽ അതവിടെ തീരും. കാശില്ലാത്തതിന്റെ പ്രശ്നമാണ് അവിടെ ആ കുടുംബത്തില്. പിന്നെ നിങ്ങളുടെ കസിന്റെ കുടുംബത്തില് മനസമാധാനം കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവനോട് പണിക്ക് പോകാൻ പറ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കേ, അവിടെ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. നിങ്ങൾ പണിക്ക് വിടാൻ നോക്ക്. എന്റെ കൊച്ചച്ഛന്റെ കാര്യം എങ്ങനെ ഇറക്കും ഞാൻ? കൊച്ചച്ഛൻ വല്യച്ഛൻ കൊച്ചച്ഛനൊക്കെ അവിടെ പോയി, അതിന് നോക്കിയിട്ട് കാര്യമില്ല. കക്കുമ്പോ ഓർക്കണം, എല്ലായിടത്തും നാട്ടില് നല്ല ഡീസൽ വിറ്റ് എങ്ങനെയും ജീവിക്കാറുണ്ട്. അവിടെ പോയി കട്ടേക്കിട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല ബോബി ചെമ്മണ്ണൂരിലെ യൂസഫലിനെയൊക്കെ ഒന്ന് കണ്ടു. അത് തന്നെ അവര് നല്ലത് എനിക്ക് തോന്നി. അതെ, അവര് പോയി കക്കുന്നതിനൊന്നും അവര് സഹായിക്കൂല. അവര് ന്യായത്തിന്റെ പുറത്ത് അവരെന്തും ചെയ്യും, അല്ലാണ്ട് ഇതിന്റെ പുറകെ നടക്കൂല. മലയാളി എന്നുള്ള ലെവലിൽ പറഞ്ഞ യൂസഫലിക്ക് എന്തെങ്കിലും. അതെ, മലയാളികളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഇറക്കിക്കൊണ്ട് വരുമായിരിക്കും. അല്ല, കൊച്ചച്ഛൻ ഡീസൽ വിറ്റെന്ന് പറയാൻ പറ്റില്ല. ആ പിള്ളേര് കുഞ്ഞുങ്ങൾ എപ്പോഴും എന്നും രാവിലെ എന്റെ വീട്ടിൽ വരുവാ. വല്യച്ഛ കൊച്ചച്ഛൻ എങ്ങനെയെങ്കിലും ശരിയാണ്. ഇതിന്റെ സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞാനിപ്പോ പോയി തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്.
അതിന്റെ പുറകില് കുടുംബത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും സങ്കടപ്പെടാനൊക്കെ. അപ്പൊ ഒരാളും മതി ഒരു കുടുംബം തകർക്കാൻ. സങ്കടപ്പെടുന്നുണ്ട്, നമുക്ക് വേറെ പരിഹാരം നോക്കാം. ഞാൻ എന്ത് ചെയ്യും? അത് പോട്ടെ, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. ചെയ്യാൻ പതുക്കെ നമുക്ക് ആരെങ്കിലും ഒക്കെ പോയി കണ്ട് ചിലപ്പോ രക്ഷപ്പെടുത്താൻ നോക്കാം. എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് ആ അതെ അതെ വഴിയുണ്ട്. പറയാനുള്ള ഖത്തറിലെ ഉണ്ട്. എന്റെ ഒത്തിരി ബന്ധുക്കാര് ദോഹയിലും ഖത്തറിലൊക്കെ ഉണ്ട്. ഖത്തറിലെ സനയയിലാണ്. സനയ്യ സനയയിലെ ജയിലിലെ കിടന്നു. സനയ്യ സുമയ്യ എന്ന് കേട്ടിട്ടുണ്ട്. അത് വഴി ഉണ്ടാക്കുന്നു. ഖത്തറിലെ കൊച്ചിനെ ഇറക്കി നമുക്ക് നോക്കാം. അവിടെ സംഘടനകൾ പലതും ഉണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ. ആരുടെയിലൊക്കെ പറഞ്ഞ് നമുക്കത് എന്തെങ്കിലും ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുറത്തെടുക്കാൻ നോക്കാം. അപ്പൊ നിങ്ങള് ത്രിമൂർത്തികള് എന്താന്ന് വെച്ചാൽ ആലോചിക്കും. ഇത്തിരി പരിപാടി ഉണ്ട്, അർജന്റ് ആണ്. അപ്പൊ പിന്നെ കാണാം. ഓക്കെ 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 ഓക്കെ. കാശ് കുറെ പോയല്ലോ.